ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ദൌത്യത്തിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പാഞ്ഞെടുത്ത കടുവയ്ക്ക് നേരെ 3 തവണ ദൌത്യ സംഘം മയക്കുവെടി വെച്ചിരുന്നു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഗ്രാമ്പിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തിരിക്കുന്നു. നേരത്തെയും ഇത്തരത്തിൽ അവശ്യ നിലയിലായിരുന്നു. ആദ്യം തന്നെ ഈ കടുവ 3-4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ കടുവയെ കണ്ടെത്താനായത്. ഇത്തരത്തിൽ ഈ കടുവയെ പിടികൂടുന്ന സമയത്ത് കടുവയ്ക്ക് ഈ ദൗത്യസംഘത്തിന് നേരെ കടുവ പാഞ്ഞെടുത്തിരുന്നു. ഈ സമയത്ത് 3 തവണയോളം ദൗത്യസംഘം മയക്കുവെടി വെച്ചു എന്നറിയാൻ സാധിക്കുന്നു. ഇതാണോ ഇത്തരത്തിലൊരു ഈ കടുവ ചത്തുപോകാനുണ്ടായ ഒരു സാഹചര്യം? വൃന്ദ, തീർച്ചയായിട്ടും കടുവയുടെ ഒരു ആരോഗ്യസ്ഥിതി മോശമായിരുന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ വനവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രാവിലെ ഡ്രോൺ നിരീക്ഷണം എല്ലാം തന്നെ ശക്തമാക്കിയിരുന്നത്. കടുവയുടെ പിൻകാലിൽ വലിയ രീതിയിലുള്ളൊരു പരിക്ക് സംഭവിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള ഒരു പരിക്കായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചികിത്സ ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണെന്ന് തന്നെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കടുവയെ കൃത്യമായി നിരീക്ഷണം നടത്തിയിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കടുവയെ ഈ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം കടുവ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് കടുവ ഇവിടുന്ന് മാറുകയും വനമേഖലയിൽ കടന്നു എന്ന് തന്നെയായിരുന്നു വനവകുപ്പ് നൽകിയ ഒരു വിശദീകരണം. ഏതായാലും ഈ തേക്കലിൽ നിന്ന് സ്ലിപ്പർ ഡോഗ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ തിരച്ചിൽ നടത്തുകയും കടുവയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുകയുമായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ കടുവ വീണ്ടും ഈ ജനവാസ മേഖലയായ അരണക്കരയിലെത്തി ഒരു പശുവിനെയും അതോടൊപ്പം തന്നെ ഒരു വളർത്തു നായും ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് ഇത് ജനവാസ മേഖലയിലെ ഒരു വേലിക്കരികിൽ കിടക്കുന്നതായിട്ട് തന്നെ വനവകുപ്പ് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഡ്രോൺ പരിശോധന ശക്തമാക്കിയിരുന്നു. പിന്നീടായിരുന്നു ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി തേയിലത്തോട്ടത്തിൽ എത്തിച്ച ശേഷം ഇവിടുന്ന് ആദ്യം മയക്കുവെടി വെച്ചത്. ആദ്യം മയക്കുവെടി വെച്ച ശേഷം ഇത് മയങ്ങി എന്ന് ദൗത്യസംഘം ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ കടുവയെ അടുത്തേക്ക് എത്തിയത്. എന്നാൽ പക്ഷേ കടുവ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ഈ സ്വയം രക്ഷയ്ക്കായി തന്നെയാണ് പിന്നീട് ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ 3 വെടി ഉതിർത്തത്. പിന്നീട് കടുവ മയങ്ങുകയായിരുന്നു. പിന്നീട് ഈ കടുവയെ അവിടെ നിന്ന് വലയിലാക്കിയ ശേഷം പിന്നീട് തേക്കടിൽ എത്തിച്ച പ്രത്യേക കൂട്ടിലേക്ക് എത്തിച്ച ശേഷം ഇവിടെ നിന്ന് തേക്കടിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കടുവ മരണപ്പെട്ടത്. ഏതായാലും കടുവയുടെ ജഡം ഇപ്പോൾ തേക്കടിയിൽ എത്തിച്ച് തേക്കടി വനവകുപ്പ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വൃന്ദ, ശരി. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.